സൂചിപ്പിച്ചുവല്ലോ, പഞ്ചമഹാഭൂതമാണ് ഈ പ്രകൃതി, ഞാനും അതാണ്. അതിലെ ഓരോ ഭൂതവുമായിട്ടുള്ള താതാത്മ്യം. വിശ്വമായിട്ട് ഓർക്കുക, വിശ്വാമിത്രൻ എന്ന പേര്. നമ്മളൊക്കെ അതാകട്ടെ എന്ന് പറയും, നമുക്കതിന് സാധിക്കട്ടെ. അതിനുള്ള കരുത്താണ് ഇത് തരുന്നത്. വിശ്വത്തിന് മുഴുവൻ മിത്രനാകാൻ പോകുന്നവൻ, സുഹൃത്താവാൻ പോകുന്നവനായി തീരുക. അതുകൊണ്ട് എനിക്കത് കേൾക്കാൻ, ഭഗവാനിൽ നിന്ന് കേൾക്കാൻ ഞാൻ നേരിട്ട് കേട്ടവനാണ്. എല്ലാറ്റിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ. ഒരു പൂ വിരിയുന്നത് കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ. കാറ്റിൻ്റെ മർമ്മരവും ചെറിയ അരുവിയുടെ നാദവും എല്ലാം ഭയാനകമെന്ന് തോന്നുന്നതും വളരെ അങ്ങേയറ്റം ലാളിത്യമാർന്നതും ഒരുപോലെ കേൾക്കാൻ നമ്മുടെ കാതുകൾക്ക്, അതുപോലെ കാണാൻ കണ്ണുകൾക്ക് സാധിക്കട്ടെ. അപ്പം നമ്മൾ കേൾക്കുന്നത് ഇതാണ്. അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. പൂജാമുറിയിൽ അങ്ങനെ കുറേ നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ വത്സ കണ്ണു തുറക്കൂ, നാം സംപ്രീതനായിരിക്കുന്നു. എന്താണ് വേണ്ടത്? 3 ചോദിച്ചോളൂ. 3 മൂപ്പര് കൊടുക്കുന്നുള്ളൂ. ഇല്ലേ? അങ്ങനത്തെ ഒരു ഏർപ്പാടുമല്ല. തെറ്റിദ്ധരിക്കണ്ട. ഇത് തന്നെ. തുടർന്ന് രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിമമദ്ഭുതം കേശവാർജുനയോ പുണ്യം ഹൃഷ്യാമി ച മുഹുർമുഹുഃ. ഹേ രാജൻ, സംസ്മൃത്യ സംസ്മൃത്യ സംവാദം ഇമം അദ്ഭുതം കേശവാർജുനയോ പുണ്യം ഹൃഷ്യാമി ച മുഹുർമുഹുഃ. ഹേ രാജൻ, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജൻ, അദ്ഭുതം പുണ്യം, ആശ്ചര്യകരവും പുണ്യവുമായിട്ടുള്ള ഇമം കേശവാർജുനയോഹോ സംവാദം സംസ്മൃത്യ, ഈ ഭഗവാന്റെയും അർജുനൻ്റെയും നരൻ്റെയും നാരായണൻ്റെയും സംവാദം, സമ്യക് വാദം, ശരിയാം വണ്ണമുള്ള ഈ സംഭാഷണത്തെ കേട്ടിട്ട് ഓർത്തിട്ട്, സംസ്മൃത്യ എന്ന് പറഞ്ഞാൽ ഓർത്തിട്ട്, അതെനിക്ക് ഓർക്കുമ്പോൾ, സംസ്മൃത്യ സംസ്മൃത്യ പിന്നെയും പിന്നെയും ഓർക്കുന്ന സമയത്ത് അത് വീണ്ടും വീണ്ടും ഓർക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇതാണ് ഓർക്കേണ്ടത്. നിങ്ങളിവിടെ 108 നാളുകളിൽ എന്തൊക്കെയാണോ ഗീതാവചനങ്ങളിലൂടെ നമ്മൾ കേട്ടത്, അതിനെയാണ് ഓർക്കേണ്ടത് എന്ന് പറയും. അല്ലെങ്കിൽ ആരെങ്കിലും കസേരയ്ക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് പറയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇവരൊക്കെ ഈ ഗീത കേട്ടിട്ട് എന്ത് കാര്യം എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അതിന് നമ്മൾ അധികാരിയല്ല അങ്ങനെ പറയാൻ. നമുക്ക് എന്താ അധികാരമുള്ളത്? നീയൊക്കെ ഗീത കേട്ടിട്ട് എന്ത് കാര്യം എന്ന് പറയാൻ? അങ്ങനെ പറയാതിരിക്കൂ. അവരുടെ കാര്യം നമുക്കെങ്ങനെയാണ് അറിയുന്നത്? അവരെ ഗീത ഏത് പ്രകാരത്തിലാണ് തലോടുന്നതെന്ന് നമ്മൾ വിചാരിച്ചു ഗീത കേട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് തരണം, അല്ലെങ്കിലോ ഇരിക്കും. അങ്ങനെ ഒരാളെ അല്ല സമൂഹം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ ആളുകൾക്ക് അങ്ങനെയുണ്ട്. ഈ ഒരു എന്താ പറയുക, ഒരു മാറ്റർ, ഒരു ഫുൾ സ്കാപ്പ് പേപ്പറിൽ ഒരു ഫോട്ടോ കോപ്പി എടുക്കാൻ കൊടുത്തു. അപ്പോൾ ഫോട്ടോ കോപ്പി എടുത്തിട്ട് അത് അദ്ദേഹം നോക്കുക, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഈ ഫോട്ടോ കോപ്പി എടുത്തത്. അപ്പോൾ ആ ഫോട്ടോ കോപ്പിയുടെ ആൾ ചോദിച്ചു, അങ്ങനെ അവിടെ ഇങ്ങനെ നിന്നിട്ടാണ് നോക്കുന്നത്, വേറെ ആർക്കും വരാൻ പോലും സ്ഥലം കൊടുക്കാതെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതെന്താ നിങ്ങൾ നോക്കുന്നത്? അത് ഞാൻ ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ നോക്കുകയാണ്. അജ്ജാതി ആളുകളൊക്കെ ഉണ്ട് എന്ന് പറയാം. ഫോട്ടോ കോപ്പിയിൽ അച്ചടി മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവർ. അപ്പം ഇതിനെ ഞാൻ ഓർത്തിട്ട് വീണ്ടും വീണ്ടും ഓർത്തിട്ട്, ഇതായിരിക്കണം ഓർക്കേണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞത്. എന്തു പറഞ്ഞു? വെറുതെ എന്നെ കൊണ്ടിപ്പോൾ പറയിപ്പിക്കേണ്ട. ഇതായിരിക്കട്ടെ നമ്മുടെ സ്മൃതി പദത്തിൽ, ഓർമ്മയിൽ ഇതായിരിക്കട്ടെ, ഭഗവത്ഗീതയായിരിക്കട്ടെ. മുഹു മുഹു, വീണ്ടും വീണ്ടും ഹൃഷ്യാമി, നമുക്ക് സന്തോഷത്തെ ഉണ്ടാവട്ടെ എന്ന് പറയാം. നമ്മളിവിടെ കഴിഞ്ഞ നാളുകൾ കേട്ട ഈ കാര്യങ്ങളെല്ലാം നമ്മളെ അങ്ങേയറ്റം സന്തോഷത്തെ ഉണ്ടാക്കുന്നതായിരിക്കട്ടെ. തുടർന്ന് തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേഃ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃ പുനഃ. തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപം അത്യദ്ഭുതം ഹരേഃ വിസ്മയഃ മേ മഹാൻ രാജൻ
ഹൃഷ്യാമി ച പുനഃ. ഹേ രാജൻ, വീണ്ടും പറയുന്നു, അല്ലയോ മഹാരാജൻ, ധൃതരാഷ്ട്ര മഹാരാജൻ, അത്യദ്ഭുതം. ആര് തമ്മിലുള്ള സംവാദമായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് ഹസ്തിനപുരിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ഹേ മഹാരാജൻ, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജൻ, അത്യദ്ഭുതം ഹരേ ഹേ തദ്രൂപം. അത്യദ്ഭുതകരമായിട്ടുള്ള ഹരിയുടെ ആ രൂപത്തെയും സംസ്മൃത്യ വീണ്ടും വീണ്ടും സ്മരിച്ചിട്ട് ആ വിശ്വരൂപം മുതൽ ഭഗവാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, വിഭൂതി യോഗവും എല്ലാം ഭഗവാൻ എവിടെയൊക്കെ തൊട്ട് കാണിച്ചുവോ അതെല്ലാം ഓർത്തിട്ട് സ്മരിച്ചിട്ട് വിസ്മയ ഭവതി, എന്നിൽ ആശ്ചര്യം ഉണ്ടാകുന്നു. നമുക്കത് ഉണ്ടാവട്ടെ, അതിന് സാധിക്കട്ടെ എന്ന് പറയാം. ഈ അനാവശ്യമായിട്ടുള്ളതൊക്കെ ഇനിയെങ്കിലും നമ്മൾ അവിടെ ഇവിടെയൊന്നും പോയി അതിലും ഇതിലൊന്നും തലയിടാതെ ഇതിൻ്റെ ഒരു സ്മരണയിൽ ജീവിക്കാമെന്ന് പറയും. അതിലും ഇതിലുമൊക്കെ പോയി തലയിട്ട് തൊട്ട് നോക്കിയാലൊക്കെ അബദ്ധങ്ങളേ ഉണ്ടാവുള്ളൂ. ഒരു കഥയും കൂടെ സ്വാമി പറയാം. ഒരു മെഡിക്കൽ റപ്പിന് ഒരു കുറച്ചൊരു ഗ്രാമം പോലെയുള്ള എന്നാൽ ചെറിയൊരു സിറ്റിയാണ്. ആ സിറ്റിയിൽ അദ്ദേഹം എത്തിച്ചേർന്ന സമയത്ത് അവിടെ ഒരു ഹോട്ടലിൽ ചെന്നു. അവിടെ ആകെയുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ സമയം വൈകിയിട്ടുണ്ട്. അപ്പോൾ ആ ഹോട്ടലിൽ ചെന്നപ്പോൾ ഹോട്ടലിൽ മുറിയില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വേറെ ഒരു രക്ഷയില്ല. ഇദ്ദേഹത്തിനാണെങ്കിൽ അന്ന് അവിടെ നിന്ന് പിറ്റേ ദിവസം 5:30 മണിയുടെ ട്രെയിനിന് പോകണം. ആളാകെ ടയേർഡാണ്. അപ്പോൾ ഒന്ന് ഉറങ്ങിയേ മതിയാവും. ദീർഘദൂര യാത്ര ചെയ്ത് വരിക. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ആളോട് പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മുറി, എനിക്ക് ഒന്ന് കിടന്നൊന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയാൽ മതി, എങ്ങനെയെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരൊറ്റ മുറി ഇവിടെ ഇല്ല, എല്ലാം ഫുള്ളാണ്. രജിസ്റ്ററൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ ഇദ്ദേഹം ചോദിച്ചു, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വല്ല മുറിയുണ്ടോ? ഞാൻ എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു എപ്പോൾ പോകുമെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ 5 മണിക്ക് ഇവിടുന്ന് സ്ഥലം കാലിയാക്കും. ഉറപ്പാണോ? അതെ ഉറപ്പാണ്. ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുമോ നിങ്ങൾ? അനുസരിക്കാം. എന്നാൽ ഒരു മുറിയുണ്ട്, റൂം നമ്പർ 27. അത് വലിയ മുറിയാണ്. 2 ബെഡുണ്ട് അതിൽ. സിംഗിൾ ബെഡാണ്, 2 ബെഡ്. ഒരു ബെഡിൽ ഒരു സ്ത്രീ ഉണ്ട്. അവർ ഉറങ്ങി കിടക്കുകയായിരിക്കും. നിങ്ങൾ പോയിട്ട് അവരെ വിളിക്കാനൊന്നും നിൽക്കണ്ട. ഇത്രേ പറഞ്ഞു. അതായത് അവർ 6 മണിക്ക് അവരവിടുന്ന് പോവുള്ളൂ. പക്ഷേ അവരെ അറിയണ്ട. നിങ്ങളവിടെ പോയിട്ട് നിങ്ങൾ ഉറങ്ങിയ 4 മണിക്കോ 4:30ക്കോ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് 5 മണിക്ക് നിങ്ങൾ പോയിക്കോളൂ. ആവാം എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷമായി. കാശൊക്കെ കൊടുത്തു, കുറച്ച് 50 രൂപ എന്തോ അധികവും കൊടുത്തു. ആൾ പോയി. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പം ആൾ പേടിച്ച് കത്തച്ച് വിറച്ചിട്ട് വരുന്നു. എന്താണ്? ആ സ്ത്രീ മരിച്ച സ്ത്രീയാണ്. അതാര് പറഞ്ഞു? ഞാൻ തൊട്ട് നോക്കി. ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളോട് ആരാ തൊട്ട് നോക്കാൻ പറഞ്ഞു? മരിച്ചതാന്ന് എനിക്ക് നേരത്തെ അറിയാം. ഇനി ഇവിടെ നിൽക്കണ്ട, പോലീസ് നായ വരും, ഓടിക്കോ. അതെ, ഇങ്ങനെ ഇനിയെങ്കിലും നമ്മൾ അവിടെ തൊട്ടു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു, നിർത്തു എന്ന് പറഞ്ഞു. പോലീസ് നായ പോലെ വരും നമ്മുടെ പിറകിൽ ഓരോന്ന്. അതുകൊണ്ട് ഇതൊക്കെ സ്മരിച്ചുകൊണ്ട് സംസ്മൃത്യ എന്നിൽ അഹം പുനഃ ഹൃഷ്യാമിച്ച, ഞാൻ വീണ്ടും വീണ്ടും സന്തോഷിക്കുന്നു. എൻ്റെ സന്തോഷം എത്രയാണെന്നറിയില്ല. ഏതായാലും ഞാനൊരു തീരുമാനം പറയാം അങ്ങയോട്. ഇത് ലോകത്തോട് പറയാനുള്ള സഞ്ജയൻ്റെ ഒരു വാക്യമാണ്. നോക്കാം അവസാനത്തെ ശ്ലോകം. യത്ര യോഗേശ്വര കൃഷ്ണഃ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിഃ ധ്രുവാ നീതിർമതിർമമ. ഓം തത്സത് ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസുപനിഷത്സു
ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे मोक्षसन्न्यासयोगो नाम 18. അറിയാം. ഈ ഭഗവത്ഗീത 18-ാം അധ്യായത്തിൽ അവസാനത്തെ ഈ 78-ാമത്തെ ശ്ലോകത്തെയാണ് ഏക ശ്ലോകി ഗീത എന്ന പേരിൽ അറിയപ്പെടുന്നത്. എങ്ങനെയാണത് ഏകശ്ലോകി ഗീതയാവുന്നത്? മുഴുവൻ അധ്യയനം ചെയ്തതിന് ശേഷം ഈ ശ്ലോകത്തിൽ ഭഗവത്ഗീതയെ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയാം. യത്ര യോഗേശ്വര കൃഷ്ണ യത്ര പാർത്ഥ ധനുർധര തത്ര ശ്രീ വിജയ ഭൂതി ധ്രുവ നീതി മതി മമ. പറയണം. യത്ര യത്ര എവിടെയാണോ യോഗേശ്വര കൃഷ്ണ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ. കൃഷ്ണന് പല ഭാവങ്ങളുണ്ട്. ഓടക്കുഴലേന്തിയവൻ, പല 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 ഭാവങ്ങളുണ്ടല്ലോ. വെണ്ണ കയ്യിലുള്ളവൻ, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള യോഗേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർച്ചയുടെ യുജ് ധാതുവിന് യുജിര് സമാധൗ യുജിര് മേളനെ എന്നാണ്. സമാധി അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ യോഗം നമ്മൾ കണ്ടുവല്ലോ. അർജുന വിഷാദ യോഗം മുതൽ ഇതാ ഇവിടെ മോക്ഷസന്യാസ യോഗത്തെക്കുറിച്ച് പറഞ്ഞു. ആ യോഗം പ്രദാനം ചെയ്യുന്ന കൃഷ്ണൻ ഭഗവാൻ എവിടെയാണോ ഉള്ളത്, യത്ര ധനുർധര പാർത്ഥ, എവിടെയാണോ ധനുസ് ഏന്തിയ പാർത്ഥൻ അർജുനൻ, താഴെ വെച്ചതായിരുന്നു. ധനുസ് ഏന്തിയ പാർത്ഥൻ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാൻ തയ്യാറായിട്ടുള്ളവൻ. നമ്മെ സംബന്ധിക്കുന്ന ധനുസ് നാം എന്തുകൊണ്ടാണോ ജോലി ചെയ്യുന്നത്, അത് ഒരു കുട്ടിയെ സംബന്ധിച്ച് പേനയെടുത്തവൻ അല്ലെങ്കിൽ പുസ്തകമെടുത്തവൻ എന്ന് പറയാം. കലപ്പ ഏന്തിയ കർഷകൻ അതെവിടെയാണോ, അതുപോലെ അറിവ് എവിടെയാണോ, ഇതിൻ്റെ രണ്ടിൻ്റെയും സമന്വയം, അവിടെ എന്തുണ്ടാകുന്നു? തത്ര അവിടെ ശ്രീ ഐശ്വര്യം, വിജയ ഭൂതി വിജയം അഭിവൃദ്ധി, പിന്നെയോ ധ്രുവ നീതി ഋജുവായ നീതി നിയമം ഇത്യാദികളൊക്കെ ഇത് മമ മതി, ഇത് എൻ്റെ നിശ്ചയമാർന്ന തീരുമാനമാണ്, എൻ്റെ അഭിപ്രായമാണ് എന്ന് പറയാം. അപ്പം എവിടെയാണോ ഈ പറഞ്ഞിട്ടുള്ള വിജയവും അഭിവൃദ്ധിയും ഐശ്വര്യവും നീതിയും ഇല്ലാത്തത്, അവിടെ എന്തിൻ്റെയോ ഒന്നിൻ്റെ അഭാവമുണ്ട്. അപ്പോൾ ഓർത്തുകൊള്ളുക, ഇത് രണ്ടും വേണമെന്ന് പറയാം. ഇത് രണ്ടും വേണം, രണ്ടും ഉണ്ടെങ്കിൽ വിജയമുള്ളൂ എന്നാണ്. അതുകൊണ്ട് ലോകത്തിന് കൊടുക്കാനുള്ള വലിയ നിർദ്ദേശമാണ്. ലോകത്തിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ജപ്പാന് അർജുനന്മാരുണ്ട് എന്ന് പറയാം. പറഞ്ഞുവല്ലോ അല്ലേ, ജപ്പാൻ്റെ ഒരു മിഷൻ അമേരിക്കയ്ക്ക് കൊണ്ടുപോയത് ഓർമ്മയില്ലേ? അവിടെ ആളുകളുണ്ട്, പാർത്ഥന്മാരുണ്ട്, പക്ഷേ യോഗേശ്വരൻ്റെ അഭാവമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ അങ്ങോട്ടുണ്ട് എന്നും പറഞ്ഞുകൂടാ. എന്നാലും ലോകത്തിലിപ്പം പലതും നോക്കുന്ന സമയത്ത് അമേരിക്കയ്ക്ക് ഇത് രണ്ടും ഇല്ല എന്നാണ് പറയുന്നത്. ഉള്ളവരെയൊക്കെ അവരിങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു രാജ്യത്തിന് ഇത് രണ്ടും കൂടെ, നമുക്ക് ഇവിടെയാണെങ്കിൽ ധനുർധരന്മാരേ ഇല്ല, യോഗേശ്വരന്മാരുടെ ഒരു കളിയാണ്. എല്ലാവരും ഉപദേശികളാണെന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ ആരുമില്ല, അത് കൂടിപ്പോയതിൻ്റെ കുഴപ്പം. രണ്ടും, അതായത് ആധ്യാത്മികതയുടെയും ഭൗതികതയുടെയും എന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറയാം. അതിൻ്റെ സമ്മേളനം, അത് അറിവിലായിരിക്കണം. അതുകൊണ്ടാണ് പുരുഷാർത്ഥത്തെ ധർമ്മം അർത്ഥം കാമം മോക്ഷം ധർമാനുസൃതമായിട്ട്, അതായത് ഭഗവാന്റെ. അതുകൊണ്ടാണ് ലക്ഷ്മിയെയൊക്കെ വിഭൂതിയായിട്ട് ഭഗവാനായിട്ട് തന്നെ ഭഗവതിയായിട്ട് നമ്മൾ കാണുന്നത്. ധനത്തെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വിനിമയത്തിന് ദുര്യോധനനാവില്ല എന്ന് പറയാം. അപ്പം ഇതൊരു അറിവിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയും രണ്ടിൻ്റെയും യോഗം അവിടെ ഇതുണ്ടാവും. ഇതൊരു വലിയ സഞ്ജയന് നമ്മളോട് പറയാനുള്ളതാണ്, അല്ലെങ്കിൽ ഈ ലോകത്തോട് പറയാനുള്ളതാണെന്ന് പറയാം. ഇതാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ മോക്ഷസന്യാസയോഗോ നാമ 18.
ഇപ്രകാരം ഭഗവാനും അർജുനനും തമ്മിലുള്ള സംവാദം മോക്ഷസന്യാസയോഗം എന്ന അധ്യായം അവസാനിക്കുന്നു. ഭഗവത്ഗീത അവസാനിക്കുന്നില്ല, വീണ്ടും നമ്മളതിനെ ആരംഭിക്കുകയാണ്. അതിൻ്റെ ആരംഭം, അതായത് ഗീത കഴിഞ്ഞാൽ ഗീതാ മാഹാത്മ്യം വിശേഷപ്പെട്ടതാണെന്ന്. ഗീതാ മാഹാത്മ്യം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ഗീത പൂർണ്ണമായി അധ്യയനം ചെയ്തതിന് ശേഷം ഈ ഗീതാ മാഹാത്മ്യം അങ്ങനെ പാരായണം ചെയ്യണം എന്നാണ് ഗീതാ മാഹാത്മ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ പരമേശാന ഭക്തിരവ്യഭിചാരിണി പ്രാരബ്ധം ഭുജ്യമാനസ്യ കഥം ഭവതി ഹേ പ്രഭോ. ഭുജ്യമാനോ ഹി ഗീതാഭ്യാസരതഃ സദാ സമുക്തഃ സസുഖീ ലോകേ കർമ്മണ നോപലിപ്യതേ. മഹാപാപാദിപാപാനി ഗീതാധ്യാനം കരോതി ചേത് ക്വചിത് സ്പർശം ന കുർവന്തി നളിനി ദളമംബുവത്. ഗീതായാ പുസ്തകം യത്ര യത്ര പാഠപ്രവർത്തതേ തത്ര സർവാണി തീർത്ഥാനി പ്രയാഗാദീനി തത്ര വൈ. സർവേ ദേവാശ്ച യോഗിനഃ പന്നഗാശ്ച യേ ഗോപാല ഗോപികാ വാപി നാരദോദ്ധവ പാർഷദൈഃ സഹായോ ജായതേ ശീഘ്രം യത്ര ഗീതാ പ്രവർത്തതേ. യത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വീ നിവസാമി സദൈഃ. ഗീതാശ്രയോഹം തിഷ്ഠാമി ഗീതാ മേ ചോത്തമം ഗൃഹം. ഗീതാജ്ഞാനമുപാശ്രിത്യ ത്രീൻ ലോകാൻ പാലയാമ്യഹം. ഗീതാ മേ പരമാ വിദ്യ ബ്രഹ്മരൂപാ ന സംശയഃ. അർദ്ധമാത്രാക്ഷരാ നിത്യാഃ സ്വനിർവാച്യ പദാത്മികേ. അന്തേന കൃഷ്ണേന പ്രോക്ത സ്വമുപതോർജുനം വേദത്രയീ പരാനന്ദ തത്വാർത്ഥജ്ഞാന സംയുത. നിത്യം നരോ നിശ്ചലമാനസഃ ജ്ഞാനസിദ്ധിം സലഭേതേ തതോ യാതി പരം പദം. പടേ സമർത്ഥസമ്പൂർണേ തതോർദ്ധം പാഠമാചരേത് തദാ ഗോദാനജം പുണ്യം ലഭതേ നാത്ര സംശയഃ. ത്രിഭാഗം പാഠമാനസ്തു ഗംഗാസ്നാനേ ഫലം ലഭേത്. ഷഡംശം പാഠമാനസ്തു സോമയാഗഫലം ലഭേത്. ഏകാധ്യാനം തു യോ നിത്യം പഠതേ ഭക്തിസംയുതഃ രുദ്രലോകമവാപ്നോതി ഗണോ ഭൂത്വാ വസേത് ചിരം. അധ്യായം ശ്ലോകപാദം വാ നിത്യം യഃ പഠതേ നരഃ സയാതി നരതാം മന്വന്തരം. ഗീതായാ ശ്ലോകദശകം സപ്ത പഞ്ചചതുഷ്ടയം ശ്ലോകാനാം യഃ പഠേന്നരഃ ചന്ദ്രലോകമവാപ്നോതി വർഷ്ണാമയുധം ധ്രുവം. ഗീതാപാഠസമായുക്ത മൃദുമാനുഷിതം വ്രജേത്. ഗീതാഭ്യാസം പുനഃ കൃത്വാ ലഭതേ മുക്തിമുത്തമം. ഗീതേത്യുച്ചാരസംയുക്തോ മ്രിയമാണോ ഗതിം ലഭേത്. ഗീതാർത്ഥശ്രവണാസക്തഃ മഹാപാപയുതോപി വാ വൈകുണ്ഠം സമവാപ്നോതി വിഷ്ണുന സഹ മോദതേ. ഗീതാർത്ഥം ധ്യായതേ നിത്യം കൃത്വാ കർമാണി ഭൂരിശഃ. ജീവന്മുക്തഃ സ വിജ്ഞേയഃ ദേഹാന്തേ പരമം പദം. ഗീതാമാനുഷിക്യ ബഹവഃ ബുഭുജോ ജനകാദയഃ. നിർദോത കന്മഷാ ലോകേ ഗീതായാതാ പരം പദം. ഗീതായാ പഠനം കൃത്വാ മാഹാത്മ്യം നൈവ യഃ പഠേത്. വൃഥാ പാഠോ ഭവേത് തസ്യ ശ്രമ ഏവ ഹ്യുദാഹൃതഃ. ഏതന്മാഹാത്മ്യ സംയുക്തം ഗീതാഭ്യാസം കരോതി യഃ ആപ്നോതി
दुर्लभं गतिमाप्नुयात्। सूत उवाच माहात्म्यमेतद्गीताय मया प्रोक्तं सनातनं। गीतान्ते च पठेत् यस्तु यदुक्तं तत्फलं लभेत्। ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्ति।